ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് ഇന്നലെ 11 മണിക്കാണ്. ചടങ്ങിനൊപ്പം തന്നെയായിരുന്നു ഫീച്ചർ, നോൺ ഫീച്ചർ വിഭാഗങ്ങളിലെ ഉദ്ഘാടന ചിത്രങ്ങളുടെ പ്രദർശനവും ക്രമീകരിച്ചിരുന്നത്. ബോളിവുഡിലെ ഏറ്റവും തലമുതിർന്ന നടനായ മനോജ് കുമാറിനെ ആദരിക്കുന്ന ചടങ്ങായി മാറുകയായിരുന്നു ഫലത്തിൽ പനോരമ ചിത്രങ്ങളുടെ ഉദ്ഘാടന വേദി. പ്രേം ചോപ്ര, മനോജ് ബാജ്പേയി, ഓം പ്രകാശ് മെഹ്റ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങ് 1.5 മണിക്കൂറോളം നീണ്ടു. സിനിമ കാണാനെത്തിയ പ്രേക്ഷകർ മാത്രമല്ല, മന്ത്രി മനീഷ് തിവാരിയും വലഞ്ഞു. നമ്മൾ വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത്? ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോയിരിക്കുന്നത്. പക്ഷെ അവിടെ കണ്ടത് ഒരു ഹിന്ദി സിനിമയിൽ നിന്നുള്ള താരങ്ങളുടെ ഒരു പ്രഭയാണ്. ആ തരത്തിൽ അതിനെ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അത് ഇതിനുമായിട്ട് ക്ലബ് ചെയ്തിട്ട് ഇതിന് പുറകെ വന്ന ആൾക്കാരുടെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറച്ചതിൽ എനിക്കൊരു ചെറിയ അനൗചിത്യം തോന്നി. പനോരമ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചിത്രമായ കന്യക ടാക്കീസ് കാണാനെത്തിയവർക്ക് കാത്തിരിക്കേണ്ടി വന്നത് 3 മണിക്കൂറോളമാണ്. ഉദ്ഘാടന പ്രസംഗവും പുസ്തക പ്രകാശനവുമെല്ലാം കഴിഞ്ഞ് കമൽ സ്വരൂപിന്റെ ഡോക്യുമെന്ററിക്കും ശേഷമാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലും ബോളിവുഡിന്റെ ആധിപത്യം പ്രകടമായിരുന്നു. കലാമൂല്യമുള്ള സിനിമകളുടെ സംഗമവേദിയായിരുന്ന ഇത്തരം ഫെസ്റ്റിവലുകളെല്ലാം വാണിജ്യ സിനിമകൾ കൈയടക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. മീഡിയ 1, പനാജി.